കേരളത്തിന് ആവശ്യഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ലഭിച്ചില്ലെന്നും നമ്മുടെ നാടിന്റെ വികസനത്തിന് കൂടെ നിൽക്കേണ്ട പ്രതിപക്ഷം അതിനെ എതിർത്തുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിൽ ആമുഖ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എല്ലാ മേഖലയിലും നല്ല നിലയ്ക്കുള്ള പുരോഗതി നേടി. അതിനുള്ള പിന്തുണ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ആപത്ഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ലഭിച്ചില്ല. കേരളത്തിന്റെ വികസനം ഉറപ്പാക്കുന്നതിൽ സർക്കാരിനൊപ്പം പൂർണ്ണമായും സഹകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവം നേർവിപരീതമായിരുന്നു. പ്രളയവും കോവിഡുമടക്കം നമ്മുടെ നാട് മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി അനുഭവിച്ചപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഒരു സഹായവും നമുക്ക് ലഭ്യമാക്കിയില്ലെന്ന് മാത്രമല്ല, നമ്മെ സഹായിക്കാൻ തയ്യാറായി ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നപ്പോഴും അതിനെയും തടയുകയും ചെയ്തുവെന്നും ആ പ്രതിസന്ധികളെയെല്ലാം നാം ഇച്ഛാശക്തിയോടെ നേരിട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത, നമ്മുടെ നാട്ടിൽ തന്നെ മുൻപ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധികളാണ് ഒന്നിനു പുറകെ ഒന്നായി നേരിടേണ്ടി വന്നത്. നിപ്പയും ഓഖിയും 2018 മഹാപ്രളയവും തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതി. ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറി നിന്ന് ശ്വാസം ധരിക്കാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെ ആകെ ഉറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി. ഇത്രയെല്ലാം ഒന്നിച്ച് നേരിടേണ്ടി വന്നാൽ നമ്മുടേതുപോലൊരു നാടിന് തകരുന്നതിന് മറ്റൊന്നും വേണ്ടതില്ല. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നടപടികൾ ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായപ്പോൾ അത് ശരിയല്ലെന്ന് പറയാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായില്ലെന്നും അവർ കേന്ദ്ര ഗവൺമെന്റിനൊപ്പം നിൽക്കുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളം ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയാണ്. 2026ഓടെ 15,000 സ്റ്റാർട്ടപ്പുകളും 1 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് നാം തുടക്കം കുറിച്ചു കഴിഞ്ഞു. ആധുനിക വിജ്ഞാനോൽപാദനത്തിന്റെ കേന്ദ്രമായി കേരളം മാറും. ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞു. നിക്ഷേപ സൗഹൃദങ്ങളുടെ അന്തരീക്ഷം നാട്ടിൽ വളർന്നു വരുന്നുവെന്നും നമ്മുടെ നാട് ഇനിയും മുന്നോട്ടു പോകണമെന്നും നവകേരളം യാഥാർത്ഥ്യമാക്കാനാണ് നാം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളെ കേൾക്കാൻ മനസ്സുള്ള ഗവൺമെന്റാണ് ഈ ഗവൺമെന്റെന്നും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം പാലിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 1-ന് അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്നും രാജൻ പറഞ്ഞു. മന്ത്രി ആർ ബിന്ദു, മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൊഴിൽ സെക്രട്ടറി K വാസുകി തുടങ്ങിയവരും വ്യത്യസ്ത മേഖലയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 500ഓളം പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.